അതായത് കണ്ടോടാ, നമ്മുടെ പായിപ്പാട് സാറിന് ഓരോ നിരൂപണങ്ങളാണ് ഈ ബിൽഡിംഗായിട്ട് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പുള്ളിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമുക്ക് സോപ്പിട്ടെടുക്കാം. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് 1000 തവണ പറയുന്ന മിണ്ടല്ലേ. ഞാൻ മിണ്ടൂല. ഡിസ്റ്റർബ് ആവരുത്. നമസ്കാരം. UKU പായിപ്പാട്. അല്ല, ഞങ്ങള് പായിപ്പാടെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പലർക്കും അങ്ങനെ അറിയാവും. എന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഉണ്ണി പായിപ്പാട്, UKU പായിപ്പാട്. ചിലരൊക്കെ എന്നെ കളിയാക്കി UKU എന്നല്ലേ ഉക്കു പായിപ്പാടെന്ന് വിളിക്കും. എന്റെ കർത്താവ്, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറിന്റെ 8th കാണുമ്പോ എന്തോരം ഗൗരവ. പക്ഷെ സാറൊരു സരസനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഇതൊരു കോമഡിയാ. എഴുത്തിൽ മാത്രം പോരെ ഗൗരവം, യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ സരസന രസികന. എന്ത് തമാശ നിങ്ങൾക്ക് പറയാം. സത്യം പറഞ്ഞ സാറിനെ കുറച്ചുകൂടെ മുന്നേ ഞങ്ങൾക്ക് പരിചയപ്പെടാനായിരുന്നല്ലോ. എല്ലാവരും ഇത് തന്നെ പറയും. എന്നെ പരിചയപ്പെടുന്നവരെല്ലാം പറയും കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെടും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, എനിക്ക് പിന്നെ കുറച്ചുകൂടെ നേരത്തെ വരാത്തെന്താ? ഇത് വീട്ടിൽ തമാശ. ഇതൊക്കെ അല്ലേ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നാളെ എന്തെന്ന് ആർക്കറിയാം? കൽ ഹോ ന ഹോ. നാളെ ഉണ്ടെന്നിരിക്കാം, ഇല്ലായിരിക്കാം. അപ്പൊ ഇവിടെ ഭയങ്കര രസമായിരിക്കും. ചേച്ചിക്കും പിള്ളേർക്കൊക്കെ ചിരിച്ചിരിച്ച് ഊപ്പാട് വരും അല്ലേ? ഏത് ചേച്ചി? സാറിന്റെ വൈഫിനും കുട്ടികൾക്കൊക്കെ എപ്പോഴും നേരം പോക്കായിരിക്കും എന്നിട്ട് ഇവിടെ. ഞാൻ ഇത്ര ജോലി ആയിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തെന്നറിയോ? ഞാനൊരു ബാച്ചലറാ, അവിവാഹിതൻ. അപ്പൊ കുട്ടികളുടെ കാര്യം അയ്യോ, അതെനിക്കിഷ്ടമായി. നിങ്ങൾ വിചാരിച്ചു ഞാൻ ചൂടാവുന്നില്ലേ? കറക്റ്റ്. കുട്ടികളുണ്ടാവും, കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. നമ്മളെ ചിരിപ്പിച്ചത് കൊല്ല്. ഞാൻ വിവാഹം കഴിക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? ആരും എനിക്ക് പെണ്ണ് തരാത്തുണ്ട്. ചുമ്മാ പറഞ്ഞ ചേട്ടാ, ഈ വിവാഹം കഴിഞ്ഞാലേ ഇപ്പോഴത്തുള്ള ഒരു ഫ്രീഡം ഒക്കെ നഷ്ടപ്പെടും. എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ലാവിഷായിട്ട് സിനിമ കാണുക, അതിൻ്റെ നിരൂപണം നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ലോകത്തിലാണ് ഞാൻ കഴിയുന്നത്. ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കുറച്ച് പോപ്കോണൊക്കെ കഴിച്ച് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലുമൊക്കെ കുടിച്ച് സിനിമ ആസ്വദിക്കും. അതിൻ്റെ നിരൂപണം ഞാനെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. സാറിനെ കുറിച്ച് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഏതാണ്? പായിപ്പാട്ട് ഓടി വെള്ളമായരൻ എന്നൊക്കെ പറഞ്ഞു. എന്റെ നാട്ടിലെ പാട്ട്. പായിപ്പാട്ടാറ്റിലെ വള്ളംകളി 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 വള്ളംകളി. ഈ പാട്ടൊക്കെ കേട്ടാണ്ടല്ലോ എനിക്ക് അപ്പൊ പായിപ്പാട് പോണമെന്ന് തോന്നുന്നു. റേഡിയോയിൽ ചിലപ്പോൾ ഇത് ഈ നേരത്തെ പാടിയില്ല ഈ പാട്ട്, പായിപ്പാട്ടാറ്റിലെ വള്ളംകളി. അത് ഞാൻ അന്ന് റേഡിയോ കേട്ടാ അപ്പം ഞാൻ കാറെടുത്ത് പായിപ്പാട്ട്. സാറിന്റെ പേര് പായിപ്പാടെന്ന് വിളിച്ചാൽ മാസത്തിൽ ഒരുപാട് വട്ടം വീട്ടിൽ പോയിട്ടില്ലേ? ഇല്ല, വിളിച്ചാലൊന്നും പോകേണ്ടി വരില്ല. പോടാ, വിളിച്ചാലൊന്നുമില്ല. പാട്ട് കേട്ടാ പാട്ട് എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് കേട്ടാ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഓർമ്മ വരുമോ? എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് ഇവിടെ മനോഹരമായ സോങ് ആണ് അത്. ഈ വയലാർ എഴുതി, സലിൽ ചൗധരിയുടെ സംഗീതം. മനോഹര രാഗത്തിലെ പാട്ടല്ലേ? ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ കളിത്തേരിലിരുന്നതാര് ആര്? വാസര സ്വപ്നത്തിൻ കോഴിമാര്. ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് നല്ല ഓർമ്മ വരും. നിങ്ങൾക്ക് എന്ത് ഓർമ്മയുള്ളത്? ഈ പാട്ട് എനിക്ക് കേട്ട അന്നേരമുണ്ടല്ലോ, ബിബ്രയുടെ മുമ്പിൽ പോകുന്നത് ഓർമ്മ വരും. ഭയങ്കര ഫീലിംഗ് എനിക്കത്. ബിവറേജസിന്റെ മുമ്പിൽ അത്ര സുഗന്ധമാണോ? ബിവറേജസിന് മുമ്പ് ഞാനും പോയിട്ടുണ്ട്. അവിടെ ഒരു ആംലെറ്റിന്റെ മണം, അല്ലെങ്കിൽ പിന്നെ ഇല്ലേ പുഴുങ്ങിയ മുട്ടയുടെ മണം, പിന്നെ ഒളിച്ചാരും കാണാതെ അടിക്കുന്ന അതിന്റെ ഒരു ആംബിയൻസ് അല്ലേ അവിടെ? എന്താണ് ഇത്ര സുഗന്ധം? എനിക്ക് പക്ഷെ എന്തോ വിചിത്രമായ ചിന്തയാണ് കേട്ടോ. നിങ്ങൾക്കോ? എനിക്ക് എന്നെ തേച്ചിട്ട് പോയത് കാമുകിട്ട്. എന്നെ ചതിച്ചിട്ട്. ഈ സാറിന് ഇസ്തിരിപ്പെട്ടി പോലെയാണ് തേച്ചിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്രയോഗം. പണ്ടാണെങ്കിൽ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രയോഗമാണ് എല്ലാവരും എന്നെ തേച്ചിട്ട് പോയി, എന്നെ തേച്ചിട്ട് പോയി. അപ്പൊ എന്നെ ചതിച്ചിട്ട് പോയ കാമുകി ഒരു പാട്ട് കേൾക്കുമ്പോ എനിക്ക് അവളെ ഓർമ്മ. ഏത് പാട്ടത്? എൻകരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്നിരുന്ന ഉമ്മതരാം രാക്ഷസി. ഓ, അവളെ വഞ്ചിച്ച് പോയത് കൊണ്ട് രാക്ഷസി എന്ന് പറയുമ്പോ അവളെയാണോ ഓർമ്മ? ശൂർപ്പണക അല്ലേ? നാടക. ഇപ്പോഴും സമ്മതിച്ചാൽ ഞാൻ റെഡിയാണ്. ഇപ്പോഴും സമ്മതിച്ച സമ്മതമായി ചേർന്നിരുന്നാൽ
മതരം രാക്ഷസി. ഓ, വഞ്ചിച്ചിട്ട് പോയിട്ടും വീണ്ടും കല്യാണം കഴിയും. വലിയ മനസ്സാണ് കേട്ടോ നിങ്ങളുടെ. ഇവർ രണ്ടാളും പറഞ്ഞതിനെ കൊണ്ടേ നമ്മളൊരു അനുഭവം പറയാം. ചെറിയൊരു അനുഭവം, അത്ര വലിയ സംഭവം ഒന്നല്ല. ഈ ഗംഗേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ? പറഞ്ഞുതരാം. ഗംഗേ അതന്നെ. ഇങ്ങനെ നമ്മൾ വല്യപ്പെട്ടല്ലോ, നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ പാടിക്കൊടുത്തതാ. നേരെ സാറ് പോയാൽ ഇങ്ങനെ അങ്ങോട്ട് പോയി. അതോടെ മൂപ്പര് നേരെ മേലോട്ടാണ്ട് പോയി. ശ്വാസം മുട്ടിച്ച് പയ്യത്തായി പോയി. ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒന്ന് അനുശോചിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം. വലിയ കലാകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുള്ളൂ. കുടുംബത്തെ എല്ലായിടത്തും പറയണം, യേശുദാസിനോട് മത്സരിക്കാൻ നിൽക്കുന്നത്. അതും 94-ാമത്തെ വയസ്സിലേ. അതല്ല സാറേ, എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത് ഈ ചലച്ചിത്ര മേഖലയിൽ ആരും കൈതൊടാത്ത ഒരു മേഖലയാണ് അധികം ആൾക്കാർ ഈ നിരൂപണം. സാർ എങ്ങനെയാണ് ഈ നിരൂപണം ഇത് ഏറ്റെടുക്കാനുള്ള കാരണം? എങ്ങനെയാണ് ഞാനൊരു നിരൂപകനായത് എന്ന്? അതെ, നല്ല ചോദ്യം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഥ എഴുതി, തിരക്കഥ എഴുതി, സംഭാഷണം എഴുതി, ഗാനങ്ങൾ എഴുതി ഒരു ചിത്രം സംവിധാനം ചെയ്തു. സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തി തരുന്ന ഒരു കലാസൃഷ്ടിയായിരുന്നു അത്. അത് എല്ലാം ഫിനിഷായി. ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് പലരുടെയും വാതിലിൽ മുട്ടി. ഓരോ ഡിസ്ട്രിബ്യൂട്ടറും പറഞ്ഞു, ഇതേപോലെ ഒരു ചവറ് സാധനം ഞങ്ങൾ എടുക്കാൻ റെഡിയല്ല. നമ്മുടെ അതേ അനുഭവം. വീണ്ടും ഞാൻ അവിടെ തമിഴ്നാട്ടിലുള്ള മാർവാടി ഫിനാൻസിയേഴ്സിനെ കാണിച്ചു. അവരും പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം ഇത് തന്നെ, ചവറാണെന്ന്. പിന്നെ ഞാൻ മലയാള സിനിമയിലുള്ള സംവിധായകരെ പലരും കാണിച്ചു. എല്ലാ സംവിധായകരും പറഞ്ഞു, സംവിധാനത്തിന്റെ ABCD അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ശരിയല്ല, കണ്ടിന്യൂറ്റി ഇല്ല, ലെഫ്റ്റ് റൈറ്റ് ഇല്ല, ഇതെന്തുവാണ് പ്രൊഡ്യൂസറെ എന്ന് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു. അസൂയ, നല്ല ഒരു ഡയറക്ടർ പൊങ്ങി വരുന്നതിന്റെ അസൂയാണ്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറഞ്ഞത് ചവറാണെന്ന്. എല്ലാ തിയേറ്ററുകാരും പറഞ്ഞു, തിയേറ്ററുകാരെയും കാണിച്ചു, പല തിയേറ്ററും, അവരും പറഞ്ഞു ഇത് വെറും തല്ലിപ്പൊളിയാണ്. ഈ പടം തിയേറ്ററിൽ കാണിച്ചാൽ സീറ്റെല്ലാം ആൾക്കാരെ അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞു. അതും അവർക്കും അസൂയ. ഞാൻ കുറെ നടന്മാരായിട്ട് കാണിച്ചു, അവരും പറഞ്ഞു ഇത് കൊള്ളില്ല. എല്ലാവർക്കും അസൂയ. എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല പ്രതിഭ വളർന്നു വരുന്ന അവർക്ക് ഇഷ്ടമല്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ആ പടം വേറെ കാര്യമുണ്ട്, വേറൊന്നും പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വിഷമം. പ്രൊഡ്യൂസർ ഈ ഫിലിം പെട്ടി മണ്ണെണ്ണ വെച്ച് കത്തിച്ചു കളഞ്ഞു. ആ മണ്ണെണ്ണ പൈസയും കൂടി പോയി അയാളെ.